നമസ്കാരം വിദ്യാർത്ഥികളെ, ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ ഈ സെഷനിൽ ബാറ്ററി ചാർജറും ഇൻവെർട്ടറും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും സർവീസ് ചെയ്യാമെന്നും ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്നും നിങ്ങളെ പഠിപ്പിക്കും. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: ഇൻവെർട്ടറിലെ തകരാറുകൾ തിരിച്ചറിയുക, റിപ്പയർ ചെയ്തുകൊണ്ട് ഇൻവെർട്ടർ ശരിയാക്കുക, ബാറ്ററി ചാർജിലെ തകരാറുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക, ബാറ്ററിയുടെയും ഇൻവെർട്ടറിൻ്റെയും മെയിൻ്റനൻസ് നടത്തുക. ബാറ്ററി ചാർജറും ഇൻവെർട്ടറും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനും ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിനും ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെൻറ്റുകളും നമുക്ക് നോക്കാം. ടൂളുകളും ഇൻസ്ട്രുമെൻറ്റുകളും: ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്, സോൾഡറിംഗ് അയൺ 35 വാട്ട്സ് ബൈ 250 വോൾട്ട് ഒരെണ്ണം, ഡീസോൾഡറിംഗ് ഗൺ 65 വാട്ട്സ് 250 വോൾട്ട് ഒരെണ്ണം, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് 1 സെറ്റ്, അമ്മീറ്റർ 0 മുതൽ 10 ആംപിയർ MC ടൈപ്പ് ഒരെണ്ണം, വോൾട്ട്മീറ്റർ 0 മുതൽ 50 വോൾട്ട് MC ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ 3.5 ഡിജിറ്റ്. എക്വിപ്മെൻറ്റുകളും മിഷനറികളും: ഓട്ടോ ട്രാൻസ്ഫോമർ 0 മുതൽ 270 വോൾട്ട് 5 ആംപിയർ ഒരെണ്ണം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 240 വോൾട്ട് ബൈ 40 വോൾട്ട് 300 വോൾട്ട് ആംപിയർ ഒരെണ്ണം, സെൻറ്റർ ടാപ്പിംഗ് 6 വോൾട്ട് 0 to 6 വോൾട്ട് 500 മില്ലി ആംപിയർ ഉള്ള ചാർജിംഗ് ട്രാൻസ്ഫോമർ ഒരെണ്ണം, സീൽ ചെയ്ത മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി 6 വോൾട്ട് ബൈ 120 ആംപിയർ മണിക്കൂർ ഒരെണ്ണം, റിലേ ഡബിൾ പോൾ റിലേ 3 മെറ്റീരിയൽസ് ഡബിൾ പോൾ 3 PCB 115 ജനറൽ പർപ്പസ് 2 പുഷ് ബട്ടണുകൾ സ്വിച്ചുകൾ 2 ടോങ്കിൾ സ്വിച്ചുകൾ 250 വോൾട്ട് ബൈ 6 ആംപിയർ 2 ഡയോഡുകൾ 1N4002 4 ബ്രിഡ്ജിനായുള്ള ഡയോഡുകൾ 1N112 4 കപ്പാസിറ്ററുകൾ 250 മൈക്രോ ഫാരറ്റ് ബൈ 12 വോൾട്ട് ഒരെണ്ണം, റെസിസ്റ്ററുകൾ 10 ഓം 1 വാട്ട്സ് ഒരെണ്ണം, പോട്ട് 1.5 ഓ ബൈ 10 വാട്ട്സ് ഒരെണ്ണം, ലോ വോൾട്ടേജ് ലാമ്പ് 6.3 വോൾട്ട് ഒരെണ്ണം, ഫ്യൂസ് 250 മില്ലി ആംപിയർ ഒരെണ്ണം, നിയോൺ ലാമ്പ് ഒരെണ്ണം, ബസർ 250 വോൾട്ട് ഒരെണ്ണം, സോൾഡറിംഗ് ഫ്ലക്സും 60/40 സോൾഡറും ആവശ്യമനുസരിച്ച്, ഡയോഡ് IN5402 3 LED ചുവപ്പും പച്ചയും ഒരെണ്ണം, ട്രാൻസിസ്റ്റർ 2N3055 ഒരെണ്ണം, റെസിസ്റ്റർ 2.2 ഓം 22 ഓം 50 ഓം ഒരെണ്ണം വീതം, 1K 1 വാട്ട് 2 ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററുകൾ 1000 മൈക്രോ ഫാരറ്റ് ബൈ 25 വോൾട്ട് 10 മൈക്രോ ഫാരറ്റ് 25 വോൾട്ട് 2 വീതം, 2.2 മൈക്രോ ഫാരറ്റ് ബൈ 250 വോൾട്ട് ഒരെണ്ണം, റിലേ NCNO 6 വോൾട്ട് ഒരെണ്ണം, ട്രാൻസ്ഫോമർ 240 വോൾട്ട് ബൈ 7.5 7.5 വോൾട്ട് 2 ആംപിയർ ഒരെണ്ണം, ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ അയൺ കോഡ് ലാമിനേറ്റഡ് SWG 25 ടേൺസ്, പ്രൈമറി 36 SWG 285 ടേൺസ്, സെക്കൻഡറി ഒരെണ്ണം, ഫ്യൂസ് 2.5 ആംപിയർ 0.5 ആംപിയർ ഒരെണ്ണം വീതം, SP സ്വിച്ചുകൾ, ടോങ്കിൾ 6 വോൾട്ട് 2 ബാറ്ററി ചാർജറിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും മെയിൻ്റനൻസ്, സർവീസ്, ട്രബിൾ ഷൂട്ടിംഗ് എന്നിവയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നോക്കാം. ഈ എക്സസൈസിൽ ആദ്യത്തെ ടാസ്ക് എന്നത് ബാറ്ററി ചാർജറിൻ്റെ സേവനവും ട്രബിൾ ഷൂട്ടുമാണ്. ആവശ്യമെങ്കിൽ കൈയുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ, ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ് എന്നിവ പോലുള്ള ഉചിതമായ സംരക്ഷണ ഗിയർ ധരിച്ച് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷ ഉറപ്പാക്കുക. ട്രബിൾ ഷൂട്ടിങ്ങിനായി ശരിയായ വെളിച്ചമുള്ള നല്ല വായു സഞ്ചാരമുള്ള ഏരിയ കണ്ടെത്തുക. നിങ്ങൾക്ക് വ്യക്തമായ വർക്ക് സ്പേസും ചാർജ് പരിശോധനയ്ക്കുള്ള പവർ സോഴ്സും ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടുത്ത് തന്നെ സൂക്ഷിക്കുക. ഏതൊരു വർക്കും തുടങ്ങുന്നതിന് മുമ്പ് ചാർജർ അൺപ്ലഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ചാർജറിന്റെ യൂസർ മാനുവലുമായി നിങ്ങൾ തന്നെ പരിചയത്തിലായിരിക്കണം. ഇത് നിങ്ങൾക്ക് ആ പ്രത്യേക മോഡലുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുൻകരുതലുകൾ, ഓപ്പറേഷൻ, ട്രബിൾ ഷൂട്ട് എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകും. ചാർജർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് റേറ്റിംഗ്, ചാർജിംഗ് അൽഗോരിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല അറിവ് നേടണം. പോട്ട് ഇത് നിങ്ങളെ ഏത് പ്രശ്നങ്ങളുണ്ടായാലും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സഹായിക്കും. സർവീസിങ്ങിനും ട്രബിൾ ഷൂട്ടിങ്ങിനും ആവശ്യമായ ടൂളുകളും എക്വിപ്മെൻറ്റുകളും കളക്ട് ചെയ്യുക. എന്തെങ്കിലും ഡാമേജിൻ്റെയോ ലൂസ് കണക്ഷൻ്റെയോ സൂചനകൾ കണ്ടാൽ ബാറ്ററി ചാർജർ പരിശോധിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയാൻ പവർ കോഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ്, കൺട്രോൾ നോബുകൾ, ഡിസ്പ്ലേ എന്നിവ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവ നന്നാക്കുക.
കാണിച്ചിരിക്കുന്നത് പോലെ ബാറ്ററി ചാർജർ സർക്യൂട്ട് ട്രേസ് ചെയ്യുക. ബാറ്ററി കണക്റ്റിംഗ് ടെർമിനലുകളിൽ ചാർജിംഗ് വോൾട്ടേജിൻ്റെ ലഭ്യത അറിയാൻ സർക്യൂട്ട് ചെക്ക് ചെയ്യുക. വോൾട്ടേജ് ലഭ്യമല്ലെങ്കിൽ ഫ്യൂസ് കാരിയറിൽ ലഭ്യമായിരിക്കുന്ന ഫ്യൂസ് ചെക്ക് ചെയ്യുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യുക. ബ്രിഡ്ജ് റെക്ടിഫയർ ഔട്ട്പുട്ടിൻ്റെ അവസ്ഥ പരിശോധിക്കുക. പോരായ്മകൾ കണ്ടെത്തിയാൽ അവ റീപ്ലേസ് ചെയ്യുക. എല്ലാ ഡയോഡുകളും ഓക്കെ ആണെങ്കിൽ ബ്രിഡ്ജ് നെറ്റ്വർക്കിലേക്കുള്ള AC ഇൻപുട്ട് ചെക്ക് ചെയ്യുക. റിലേ കോൺടാക്റ്റുകൾ പരിശോധിക്കുക. ഒപ്പം ട്രാൻസ്ഫോമറിൻ്റെ പ്രാഥമിക ഭാഗത്ത് സപ്ലൈ ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. ചാർജിംഗ് സർക്യൂട്ട് റിപ്പയർ ചെയ്തതിനു ശേഷം നോർമൽ വർക്കിങ്ങിനായി ചാർജിംഗ് കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുക. ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യുമ്പോൾ AC മെയിൻസിന്റെ ഓട്ടോ കട്ട് ഓഫ് ആണോ എന്ന് പരിശോധിക്കുക. ഓട്ടോ കട്ട് ഓഫ് വർക്കിംഗ് അല്ലെങ്കിൽ റിലേ ടെർമിനലിലെ വോൾട്ടേജും പൊട്ടൻഷ്യോമീറ്ററും കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡ് പരിശോധിക്കുക. റിലേ ടെർമിനലിൽ പോൾ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ശരിയാണെന്ന് നമുക്ക് നിഗമനം ചെയ്യാം. ബാറ്ററിയുടെ അവസ്ഥ പരിശോധിക്കുക. പൂർണ്ണമായി ചാർജ് ചെയ്ത ബാറ്ററി റേറ്റ് ചെയ്ത വോൾട്ടേജിനേക്കാൾ 20% അധിക ലോഡിൽ DC വോൾട്ടേജ് കാണിക്കും. ഓർക്കുക, റേറ്റ് ചെയ്ത വോൾട്ടേജിന്റെ 70% താഴെ ബാറ്ററി വോൾട്ടേജ് നോ ലോഡ് കുറയാൻ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി റിവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെന്നും സെല്ലുകളിൽ നിന്ന് എളുപ്പത്തിൽ ഗ്യാസ് ലഭിക്കുന്നതിന് ക്യാപ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത ടാസ്ക് ഇൻവെർട്ടർ സർക്യൂട്ടിന്റെ സർവീസും ട്രബിൾ ഷൂട്ടുമാണ്. ഇൻവെർട്ടർ സർക്യൂട്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻ, ഓപ്പറേഷൻ കണ്ടീഷൻ എന്നിവയെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുക. ഇൻവെർട്ടറിന്റെ രൂപകൽപ്പനയും പ്രവർത്തനവും മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ച് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വൈദ്യുതാഘാതം ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക. കൈയുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ, ഇൻസുലേറ്റഡ് ഉപകരണങ്ങൾ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ഉപയോഗിക്കുക. ഇൻവെർട്ടർ സർക്യൂട്ടിന്റെയും അതിന്റെ ഭാഗങ്ങളുടെയും സമഗ്രമായ വിഷ്വൽ പരിശോധന നടത്തുക. ഫിസിക്കൽ ഡാമേജ്, ലൂസ് കണക്ഷനുകൾ, കത്തിയതോ ഉരുകിയതോ ആയ ഭാഗങ്ങൾ അല്ലെങ്കിൽ നിറവ്യത്യാസം എന്നിവയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, മറ്റ് നിർണായക ഘടകങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇൻവെർട്ടർ സർക്യൂട്ട് കണ്ടെത്തി ആക്റ്റീവ് കമ്പോണൻസ് കണ്ടെത്തുക. ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റുകൾ നടത്തുക. ബാറ്ററി നീക്കം ചെയ്യുക. AC വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്ത് മെയിൻ ഓൺ ഉപയോഗിച്ച് ഇൻവെർട്ടർ ഔട്ട്പുട്ട് പരിശോധിക്കുക. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടർ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി, സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ തുടർച്ച പരിശോധിക്കുക. ട്രാൻസ്ഫോമർ ഓക്കെ ആണെങ്കിൽ ട്രാൻസിസ്റ്ററും 2N3055 ബേസ് സപ്ലൈയും പരിശോധിക്കുക. റിലേയുടെ NC ഉപയോഗിച്ച് ലഭ്യമായ ഫ്യൂസ് പരിശോധിക്കുക. റിലേ കോൺടാക്റ്റുകളുടെ അവസ്ഥ പരിശോധിക്കുക. റെക്ടിഫയർ ഡയോഡുകളും ബ്ലീഡർ റെസിസ്റ്റർ കണക്ഷനുകളും പരിശോധിക്കുക. മെയിൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി, സെക്കൻഡറി വൈൻഡിങ്ങുകൾ പരിശോധിക്കുക. മെയിൻ ഫ്യൂസ് പരിശോധിക്കുക. റിപ്പയറിംഗ് പൂർത്തിയാകുമ്പോൾ ബാറ്ററി കണക്ഷനുകളില്ലാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് പരിശോധിക്കുക. ഔട്ട്പുട്ട് ലഭ്യമാണെങ്കിൽ ചാർജ് ചെയ്ത ബാറ്ററി ബന്ധിപ്പിച്ച് അത് പ്രവർത്തിപ്പിച്ച് നോക്കി അതിന്റെ പ്രവർത്തനം ഉറപ്പാക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കിയാലോ? ഇൻവെർട്ടറിലെ തകരാറുകൾ തിരിച്ചറിയുക, റിപ്പയർ ചെയ്തുകൊണ്ട് ഇൻവെർട്ടർ ശരിയാക്കുക, ബാറ്ററി ചാർജറിലെ തകരാറുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക, ബാറ്ററിയുടെയും ഇൻവെർട്ടറിൻ്റെയും മെയിൻ്റനൻസ് നടത്തുക, ബാറ്ററി ചാർജറും ഇൻവെർട്ടറും എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാമെന്നും സർവീസ് ചെയ്യാമെന്നും ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.